നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഇവിടെ എഴുതുന്നത്, ഇതൊക്കെ ഒന്ന് കളയുന്നുണ്ട്, മൊത്തം കളഞ്ഞു. നമുക്ക് നമ്മളെ മെയിൻ ഡോട്ട് ഡാർട്ട് ഉണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം എന്തിനാണ് ഫങ്ഷൻ, അല്ലെങ്കിൽ എന്താണ് ഫങ്ഷൻ, എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത് നോർമലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഡ് റിപ്പീറ്റേഷൻ ഒഴിവാക്കാം. കോഡ് റിപ്പീറ്റേഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് കോംപ്ലക്സ് പ്രോഗ്രാംസിനെ എന്ത് ചെയ്യാൻ പറ്റും, പ്രോഗ്രാമിനെ, അപ്പോൾ നമുക്ക് വലിയ പ്രോഗ്രാംസാണ്, അതിന് നിങ്ങൾക്ക് കോംപ്ലക്സ് പ്രോഗ്രാംസിനെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്മോൾ പാർട്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈസി ടു മെയിൻറ്റെയിൻ പാർട്സ് ആയിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ക്ലീൻ കോഡ് എഴുതാം. അതല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും നിങ്ങളുടെ കോഡ് ബേസ്, നിങ്ങൾ ഫങ്ഷൻസ് ഒക്കെ ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ. അപ്പോൾ ഫങ്ഷൻസ് എന്ന് പറയുന്നതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇതാണ്, DRY, ഡ്രൈ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. ദാറ്റ് മീൻസ് ഡു നോട്ട് ഓർ ഡോണ്ട് റിപ്പീറ്റ് യുവർ സെൽഫ്. റിഡൻഡൻറ്റ് കോഡ്, ഡോണ്ട് റിപ്പീറ്റ് യുവർ സെൽഫ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളോട് പറയുകയാണ്, നമുക്ക് നമ്മളെ പ്രോഗ്രാമിൽ നെയിം, ഏജ്, കോഴ്സ്, ഇത്രയും കാര്യം, ഞാൻ ഒരു ബേസിക് എക്സാമ്പിൾ പറയുകയാണ്. ഇത്രയും കാര്യം നമുക്ക് പ്രിൻ്റ് ചെയ്യണം. അത് പല സ്ഥലങ്ങളിൽ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്തു, ഞാനിവിടെ ഒരു മെയിൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, വോയിഡ് മെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഇതിനകത്ത് ഇനീഷ്യലി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നെയിം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നെയിം ഈസ് സം നെയിം, ഒരു പേരെഴുതി. ദെൻ ഐ ക്യാൻ ഹാവ്, ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാൻ വേണ്ടി ഷിഫ്റ്റ് ആൾട്ട് ഡൗൺ ആരോ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ലൈൻ്റെ റെപ്ലിക്കേഷൻ കിട്ടും. ദെൻ ഏജ് ഈസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഐ എം ഗോയിങ് ടു പ്രിൻ്റ് ആൻ ഏജ് ഹിയർ 35. ദെൻ കോഴ്സ് എന്ന് പറയുന്നത്, കോഴ്സ് ഈസ് ആക്ച്വലി സം കോഴ്സ്. ഓക്കെ, ഇതെനിക്ക് ഞാൻ പ്രിൻ്റ് ചെയ്തു. ഇനി കുറേ കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഗ്രാം കുറേ കഴിഞ്ഞിട്ട് സം അതർ പോയിന്റ് ഓഫ് ടൈമിൽ എന്ത് വേണം, ഐ നീഡ് ടു പ്രിൻ്റ് ഇറ്റ് അഗെയിൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ പിന്നെ എഴുതി. ആൻഡ് കുറേ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഐ നീഡ് ടു പ്രിൻ്റ് ദിസ് അഗെയിൻ. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, യു ആർ ആക്ച്വലി എന്ത് ചെയ്യാണ്, പ്രിൻറ്റിങ് ദ സെയിം സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ്ലി. പല സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാണ്, ഇത് സെയിം കാര്യം നമ്മൾ എന്ത് ചെയ്യാണ്, റിപ്പീറ്റ് എഴുതുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനെയാണ് നമ്മൾ റിഡൻഡൻറ്റ് കോഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സെയിം കാര്യം പിന്നെയും എഴുതി പിടിപ്പിക്കുന്നതിനാണ് നമ്മൾ റിഡൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിഡൻഡൻസി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെ വിചാരിക്കുക, നമുക്ക് ഇത്രയും പോരാ, പേര്, കോഴ്സ്, ഏജ് മാത്രം പോരാ, ഇയാളുടെ ഫോൺ നമ്പറും കൂടി വേണമെങ്കിൽ നമ്മൾ ഈ ഇൻസ്റ്റൻസിലൊക്കെ എവിടെയൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, യു നീഡ് ടു ചേഞ്ച് ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഡ് നിങ്ങൾ ഫങ്ഷൻസ് ആയിട്ട് അല്ലെങ്കിൽ റീയൂസബിൾ കമ്പോണൻസ് ആയിട്ടൊന്നും എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളെല്ലായിടത്തും പോയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ചേഞ്ച് ചെയ്യേണ്ടി വരും. അവിടെയാണ് നമ്മളുടെ ഫങ്ഷൻസ് എന്ന് പറയുന്ന ആൾ ഈ പിക്ചറിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ ഫങ്ഷൻ. അപ്പോൾ നമ്മളുടെ ഫങ്ഷന് സിൻടാക്സ് ഉണ്ട്. ഫങ്ഷൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, /*. ഓക്കെ, ഫങ്ഷൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഫങ്ഷൻ്റെ സിൻടാക്സ് റിട്ടേൺ ടൈപ്പ് കാണും. ദെൻ യു ഹാവ് ഫങ്ഷൻ നെയിം ആൻഡ് നോട്ട് ദ, ഞാൻ എങ്ങനെ എഴുതിയെന്ന് നോക്കുക, എഫ് സ്മോൾ ലെറ്റർ ആണ്, ദെൻ എൻ ക്യാപിറ്റൽ ആണ്. ആ ഒരു സിൻടാക്സ് ഫോളോ ചെയ്യുക. ഫങ്ഷൻ നെയിം, ദെൻ യു ക്യാൻ ഹാവ് പാരാമീറ്റർ 1, പാരാമീറ്റർ 2, എക്സെട്ര. യു ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്. ദെൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ആൻഡ് ദിസ് തിങ് ഈസ് കോൾഡ് ഫങ്ഷൻ ബോഡി. ഓക്കെ, ഇതാണ് എന്ത്, നമ്മളുടെ ഫങ്ഷൻ്റെ സിൻടാക്സ്. ഇതിൽ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ് ആ ഫങ്ഷൻ, നിങ്ങൾക്ക് സിംപിളി, അതായത് നമുക്ക് സാധാരണക്കാരൻ മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫങ്ഷനെ നമ്മളൊരു സ്ഥലത്ത് കോൾ ചെയ്യുന്ന ആൾക്ക് ഇയാൾ എന്ത് ടൈപ്പ് വാല്യൂ ആണ് തിരിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ് എന്ത്, ഈ റിട്ടേൺ ടൈപ്പിലുണ്ടായിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യണം. നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ ഞാനൊരു ഫങ്ഷൻ ആക്കുകയാണ്. അതിന് ഫങ്ഷൻ ആക്കാൻ വേണ്ടി ഞാനിവിടെ എഴുതുന്നത്, ആൻഡ് ഐ എം ഗോയിങ് ടു ഹാവ് എ ഫങ്ഷൻ ഡിസ്പ്ലേ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ എഴുതി. ഓക്കെ, ദിസ് എ ഫങ്ഷൻ ആൻഡ് ഐ എം ഗോയിങ് ടു കട്ട് ഓൾ ദിസ് ഫ്രം ഹിയർ. ഓക്കെ, കട്ട് ചെയ്തു, ഇവിടുന്ന് കട്ട് ചെയ്തു. ദെൻ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു,
അതിനെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഒന്ന് ഫോർമാറ്റ് ചെയ്യുന്നുണ്ട്, പേസ്റ്റ് ചെയ്തു. ആൻഡ് ലെറ്റ് മീ റിമൂവ് ഓൾ ദീസ് തിങ്സ്. ഇത് മൊത്തം കളഞ്ഞു. ഓക്കെ, ഇനി നമുക്കിതിനെ എന്ത് ചെയ്യണം? നമുക്കിത് പ്രിൻ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? യു നീഡ് ടു കോൾ ദിസ് ഫംഗ്ഷൻ ആൻഡ് ദിസ് തിങ് ഈസ് കോൾഡ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇതിനെ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഇതിനെ കോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? യു നീഡ് ടു കോൾ ഡിസ്പ്ലേ ഡീറ്റെയിൽസ് ആൻഡ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഇൻവോക്കിംഗ് ദ ഫംഗ്ഷൻ, ഇൻവോക്കിംഗ് ഓർ സിംപ്ലി കോളിംഗ്. ഓക്കെ, ഇവിടെ ഈ ഒരു മൊമെൻറ്റിൽ ഇവിടുന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? കോൾ ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ കോൾ ചെയ്ത ആൾക്ക് അല്ലെങ്കിൽ ആ കോൾ ചെയ്ത സ്ഥലത്തേക്ക് ഈ ഫംഗ്ഷൻ എന്ത് വാല്യൂ ആണ് തിരിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ് എന്ത് ആക്ച്വലി ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഞാനിവിടെ സിൻടാക്സ് എഴുതിയപ്പോൾ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റേഴ്സ്, ഫംഗ്ഷൻ ബോഡി, ഇതിൽ പല പാർട്സും ഇവിടെ മിസ്സിംഗ് ആണ്. ഒബ്വിയസ്ലി ഇവിടെ എന്തില്ല? ദർ ഇസ് നോ റിട്ടേൺ ടൈപ്പ്. ആൻഡ് ഒബ്വിയസ്ലി ഇവിടെ ഫംഗ്ഷൻ്റെ പേരുണ്ട്, പേര് ഞാൻ കറക്റ്റ് സിൻടാക്സിൽ. ആൻഡ് ഫംഗ്ഷൻ നെയിമിൻ്റെ നെയിമിംഗ് കൺവെൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് അണ്ടർസ്കോർ ഓർ എ സ്മോളർ കേസ് ലെറ്റർ. ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പർ കേസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ കൺവെൻഷൻ. കൺവെൻഷൻ എന്ന് പറയുന്നത് സ്മോളർ കേസ് ലെറ്റർ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് വോണ്ട് സ്റ്റാർട്ട് വിത്ത് എ നമ്പർ ആൻഡ് ഇഫ് യു ഹാവ് 2 more വേർഡ്സ് സ്റ്റാർട്ട് ഈച്ച് വേർഡ് ക്യാപിറ്റൽ ലെറ്ററിൽ എന്ത് ചെയ്യുക? തുടങ്ങുക. ദെൻ മീനിങ് ഫുൾ റിലേറ്റ് ചെയ്യാവുന്ന നെയിംസ് കൊടുക്കുക ഫംഗ്ഷന്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? നമുക്കിത് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല നമ്മൾ വലിയൊരു പ്രോഗ്രാം എഴുതുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള സാധനം പാരാമീറ്റർ ഇല്ല. ദർ ഇസ് നോ പാരാമീറ്റേഴ്സ് ബട്ട് ഫംഗ്ഷൻ ബോഡി ഉണ്ട്. ഞാനിവിടെ കോൾ ചെയ്തു, ഒരു തവണ കോൾ ചെയ്തു. ഞാനിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ മെയിൻ ഇതിനെ കോൾ ചെയ്യണം. നൗ യു ഗോട്ട് the value, name is Ajit, age is 35, course is MSc എന്ന് വന്നു. ആൻഡ് ഇഫ് യു വാണ്ട് യു ക്യാൻ കോൾ ഇറ്റ് അഗെയിൻ. ഒന്നുകൂടി ഞാൻ എന്ത് ചെയ്തു? കോൾ ചെയ്തു അഗെയിൻ. ഇവിടെ വന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 times എന്ത് ചെയ്യും? ഇത് കിട്ടും. ഇവിടെ നമ്മൾ പ്രോഗ്രാം നോക്കുക. പ്രോഗ്രാം നേരത്തെ എഴുതിയ പോലെ ഇപ്പോൾ ഞാനിതൊരു 10 പ്രാവശ്യം ഇവിടെ കോൾ ചെയ്തു, ഇതേപോലെ കുറേ പ്രാവശ്യം കോൾ ചെയ്തിട്ടുണ്ട്. എവറി ടൈം യു വിൽ ഗെറ്റ് ഈ ഒരു കോഡ് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്ത് കിട്ടും. പക്ഷേ നമ്മൾ ഒരു തവണ എന്ത് ചെയ്തിട്ടുള്ളൂ? ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ, ഒരു തവണ ഇത് എഴുതിയിട്ടുള്ളൂ. ഇത് ഇൻഡിവിജ്വലി എഴുതാനായിരുന്നെങ്കിൽ ഒരു തവണ കോൾ ചെയ്യുമ്പോൾ നമ്മൾ 3 lines ഓഫ് കോഡ് എഴുതണം. അപ്പം 1 2 3 4 5 6 7 8 8 into 3 34 lines ഓഫ് 24 lines ഓഫ് കോഡ് നമ്മൾ എന്ത് എഴുതേണ്ടി വരും? ഇവിടെ എഴുതേണ്ടി വന്നേനെ. അതായത് ഇൻഡിവിജ്വലി ഇങ്ങനെ എഴുതുകയാണെങ്കിൽ. അപ്പോൾ ദിസ് കോഡ് ഈസ് എഫിഷ്യൻറ്റ് ആൻഡ് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പുതിയൊരു കാര്യം ആഡ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ആഡ് ഹിയർ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഫോൺ നമ്പർ ആഡ് ചെയ്യണം. ഫോൺ എന്ന് പറയുന്നത് ഓക്കെ, ഐ ജസ്റ്റ് ആഡ് എ ഫോൺ നമ്പർ ഹിയർ. ആൻഡ് ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നൗ യു ഗോട്ട് ഫോൺ നമ്പർ ഇൻ ഓൾ ദ ഇൻസ്റ്റൻസസ്. എല്ലാ സ്ഥലത്തും എന്ത് കിട്ടി? അത് വന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷൻ്റെ സിൻടാക്സ് ഇതാണ്. ദെൻ നമ്മളൊരു ചെറിയ എക്സാമ്പിൾ എഴുതി. ആൻഡ് വാട്ട് അബൌട്ട് ദ റിട്ടേൺ ടൈപ്പ് ഓഫ് ദിസ് തിങ്? ഇവിടെ എന്തില്ല? ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നൾ. ഇതൊന്നും തിരിച്ചു തരുന്നില്ല. ആൻഡ് യു ക്യാൻ ഹാവ് വോയിഡ് ഹിയർ. നൗ ദ റിട്ടേൺ ടൈപ്പ് ഈസ് വോയിഡ്. ഇവിടെ എന്തില്ല? ദിസ് ഇസ് ഗോയിങ് ടു റിട്ടേൺ വോയിഡ്. ദെൻ അപ്പോൾ ഒന്നും എഴുതിയില്ലെങ്കിൽ അതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും? നള്ളായിരിക്കും. ഓക്കെ, ദെൻ അതെങ്ങനെ കാണുക? ഇപ്പോൾ ഞാനിവിടെ ഒന്നും എഴുതിയിട്ടില്ല. മൗസ് ഹോവർ ചെയ്താൽ കാണാം. നിങ്ങൾക്കിനി അതൊന്ന് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്തു? പ്രിൻറ്റ് എന്നെഴുതി. ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് ഇങ്ങനെ എഴുതി ഡോട്ട് യു ക്യാൻ കോൾ റൺ ടൈം ടൈപ്പ് ദെൻ പുട്ട് എ സെമി കോളൺ. ദെൻ റൺ ടൈം ടൈപ്പ് അറിയാമല്ലോ, നിങ്ങൾക്ക് അതിൻ്റെ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. നൗ റൺ ദിസ്. നൗ യു ഗോട്ട് നൾ. ഇവിടെ എന്ത് വന്നു? നൾ എന്ന് വന്നു. ഇതിന് റിട്ടേൺ ടൈപ്പ് നള്ളാണ്. ആൻഡ് ഐ ആം ഗോയിങ് ടു ആഡ് എ വോയിഡ് ഹിയർ. ഇവിടെ വന്നിട്ട് ഞാൻ വോയിഡ് എന്ന് ആഡ് ചെയ്തു. നൗ യു ഗോട്ട് സംതിങ് ലൈക്ക് ദിസ്. The expression has a type of void, so its value can't be used. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഒന്നും അത് തിരിച്ചു തരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങൾക്ക് അതിൻ്റെ ടൈപ്പ് ഒന്നും ഉണ്ടായിരിക്കില്ല ഇവിടെ. ഓക്കെ, യു കാൺട്ട് യൂസ്. നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങൾക്കൊരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളിൽ കൊണ്ടുപോയി അതിനെ എഴുതാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് നമ്മളുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളൊന്നൊരു ഡീപ്പായിട്ട് ഡിഗ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? നമുക്കിതിന് നമ്മൾ ഈ സിൻടാക്സിനെ നമ്മളൊന്ന് ഡീപ്പായിട്ട് എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഒന്ന് അതിനെ ഡിഗ് ചെയ്യാണ്. ഓക്കെ, നോ വാട്ട് അബൌട്ട് ദിസ് തിങ്? റിട്ടേൺ ടൈപ്പ് എന്താണെന്ന് പറഞ്ഞു. നമുക്ക് കോൾ ചെയ്യുന്ന ആൾക്ക് തിരിച്ചു തരുന്ന വാല്യൂ ആണ് എന്ത്? റിട്ടേൺ ടൈപ്പ് എന്നുള്ളത്. ഫംഗ്ഷൻ നെയിം പറഞ്ഞു. വാട്ട് അബൌട്ട് ദിസ് തിങ്? പാരാമീറ്റേഴ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതുകയാണ്.
ആഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ എഴുതി ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് ഞാനിവിടെ വന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പ്രിൻറ്റ് 5 + 9 എന്നെഴുതി. ഓക്കെ, നൗ ഇതിനെ ഞാൻ കോൾ ചെയ്യാണ്, ആഡ് നമ്പേഴ്സിനെ കോൾ ചെയ്തു. എവറി ടൈം ഞാൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്, ഇത് റിട്ടേൺ ചെയ്യുന്നത് 14 എന്ന് റിട്ടേൺ ചെയ്ത് തരും. ഞാനിത് ഇങ്ങനെ എഴുതി ഫോർമാറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലിയർ സ്ക്രീൻ, ദെൻ നൗ യു ഗോട്ട് 14. വാട്ട് അബൌട്ട് നിങ്ങൾക്ക് നമുക്ക് ഇഷ്ടമുള്ള 2 നമ്പർ കൂട്ടണമെങ്കിലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ഫങ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഇവിടുന്ന് കോൾ ചെയ്യുന്ന ആൾക്ക് തീരുമാനിക്കാൻ പറ്റണം എന്ത് നമ്പറാണ് കൂട്ടേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സ് ഇങ്ങോട്ട് എത്തിക്കണം, എന്നിട്ട് ഇവിടെ ഇട്ട് കൂട്ടണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യണം. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, യു നീഡ് ടു ഡിഫൈൻ സംതിങ് കോൾഡ് പാരാമീറ്റേഴ്സ്. ഞാനിവിടെ ഇൻറ്റ് എ എന്നും ഇൻറ്റ് ബി എന്നും വേണ്ടി 2 പാരാമീറ്റർ എന്ത് ചെയ്തു, ഡിഫൈൻ ചെയ്തു. ഇവിടെ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക, നേരത്തെ നമ്മൾ ഹാർഡ് കോഡ് ചെയ്തേക്കാണ് 9 + 5 എന്നുള്ളത്. നൗ യു ക്യാൻ സി ഞാൻ a + b എന്ന് എഴുതി, ആൻഡ് ഇവിടെയൊക്കെ എറേഴ്സ് ഉണ്ടായിരിക്കും. ബിക്കോസ് ഇതൊക്കെ എന്താ ഞാൻ പറയും, ഇവിടെയൊക്കെ എറേഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഐ എം ഗോയിങ് ടു ഹാവ് 1,2 ഹിയർ, ആൻഡ് ദിസ് ഈസ് 100,5 ഹിയർ, ആൻഡ് ഐ ക്യാൻ ഹാവ് എ 0,8 ഹിയർ. നൗ ദർ ഈസ് നോ എറേഴ്സ്, ആൻഡ് കം ആൻഡ് എക്സിക്യൂട്ട് ദിസ് തിങ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, യു ഗോട്ട് ആൻസേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ്റെ പാരാന്തസിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതുന്ന ഇതിനെ നമ്മൾ പാരാമീറ്റേഴ്സ് എന്നാണ് വിളിക്കുക. യു ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഹിയർ. ഓരോ പാരാമീറ്റർ കഴിഞ്ഞാലും കോമയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാൻ കഴിയും. ആൻഡ് റിമെമ്പർ യു നീഡ് ടു സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് ദറ്റ് പാരാമീറ്റർ. എന്ന് വെച്ചാൽ ഈ വാല്യൂ ഇവിടുന്ന് പാസ് ചെയ്യുമ്പോൾ എന്ത് ടൈപ്പിലുള്ള വാല്യൂ ആണ് ഇങ്ങോട്ട് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നമ്മൾ ആ ടൈപ്പ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കണം. ആ ടൈപ്പിലുള്ള വാല്യൂ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഇവിടുന്ന് പാസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇതിനെ ആർഗ്യുമെൻറ്റ്സ് എന്നാണ് പറയുക. ഇവിടെ കണ്ടില്ലേ, അതായത് ഇവിടെ ആഡ് നമ്പേഴ്സ് എഴുതിയിട്ട് നമ്മൾ 1,5 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്ത് അതിൻ്റെ പാരാമീറ്റർ ഒന്നും, നമ്മളതിനെ കോൾ ചെയ്ത സ്ഥലത്ത് പാസ് ചെയ്യുന്നതിനെ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്നാണ് പറയുക. ലിറ്ററലി രണ്ടും സെയിം തന്നെയാണ്, പക്ഷേ നമ്മൾ പ്രോഗ്രാമിങ്ങിൽ പറയുമ്പോൾ ദിസ് തിങ് ഈസ് കോൾഡ് ആർഗ്യുമെൻറ്റ്സ്. ആൻഡ് ഇവിടെ നിങ്ങൾക്കത് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഒന്ന് എഴുതിയിട്ടില്ല, അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുപോയി മൗസ് വെച്ചാൽ നിങ്ങൾക്കൊരു എറർ കാണും. 2 പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് എക്സ്പെക്റ്റഡ് ബൈ ആഡ് നമ്പേഴ്സ് ബട്ട് 1 ഫൗണ്ട്. 2 പൊസിഷണൽ ആർഗ്യുമെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നേ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ. അപ്പോൾ 2ഉം കൊടുക്കണം. അപ്പോൾ ഇതാണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് റിമെമ്പർ, നമ്മൾ മനസ്സിലുണ്ടായിക്കോട്ടെ എന്താണ് പൊസിഷണൽ എന്നുള്ള വാക്ക്. പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഫംഗ്ഷൻ നമുക്ക് നോക്കിയാൽ കാണാം, ഇതിൽ ആദ്യം എഴുതിയ ഫംഗ്ഷനകത്ത് പാരാമീറ്റർ ഉണ്ടായിരുന്നില്ല. 2 നമ്പർ 5 + 9 നമ്മൾ കൂട്ടുക ചെയ്തത്. അതിനെയാണ് വിളിക്കുന്നത്, റിട്ടേൺ ടൈപ്പ് ഇല്ല, പാരാമീറ്റർ ഇല്ലാത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ റിട്ടേൺ ടൈപ്പ് ഇല്ല, പക്ഷേ പാരാമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വിത്തൗട്ട് റിട്ടേൺ ടൈപ്പും വിത്ത് പാരാമീറ്ററുമാണ്. ഓക്കെ, ഇനി പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു. ഇനി എന്താണ് ആ പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. നമ്മളിവിടെ പാരാമീറ്റേഴ്സ് ഡിഫൈൻ ചെയ്തു, ഇൻറ്റ് എ, ഇൻറ്റ് ബി. ഈ രീതിയിലാണ് നിങ്ങൾ പാരാമീറ്റർ എഴുതുന്നതെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മളത് കോൾ ചെയ്യുമ്പോൾ ഈ പൊസിഷൻ നോക്കിയിട്ടാണ് അസൈൻമെൻറ്റ് ഹാപ്പൻ ചെയ്യുന്നത്. ഇങ്ങനെയായിരിക്കും, ആദ്യത്തെ പൊസിഷനിൽ വന്ന വാല്യൂ ഫസ്റ്റ് പാരാമീറ്ററിലേക്കും, രണ്ടാമത്തെ പൊസിഷനിൽ വന്ന വാല്യൂ രണ്ടാമത്തെ പാരാമീറ്ററിലേക്കും, ഇനി പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിലേക്കും വാല്യൂ എന്ത് ചെയ്യും, അസൈൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ അസൈൻമെൻറ്റ് ഹാപ്പൻ ചെയ്യുന്നത് ഈ ആർഗ്യുമെൻറ്റുകളുടെ പൊസിഷൻ എടുത്തിട്ടാണ്. ദാറ്റ് മീൻസ് ഇവിടെ 2 പാരാമീറ്റർ ഉണ്ട്, ആൻഡ് ഇവിടെയും 2 പാരാമീറ്റർ ഉണ്ട്. 1 എന്നെടുത്തിട്ട് ആദ്യത്തെ പാരാമീറ്ററിലേക്കും 5 എന്നുള്ള ആർഗ്യുമെൻ്റ് എടുത്തിട്ട് രണ്ടാമത്തെ പാരാമീറ്ററിലേക്കും അസൈൻ ചെയ്യും. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് പൊസിഷണൽ ആർഗ്യുമെൻറ്റ്. ആൻഡ് റിമെമ്പർ വൺ മോർ തിങ്, പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് മാൻഡേറ്ററി. അതുകൊണ്ടാണ് നമ്മളിവിടെ കൊടുക്കാതിരുന്നാൽ എന്ത് വരുന്നത്, ഇവിടെ എറർ വരുന്നത് 2 പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് എക്സ്പെക്റ്റഡ് ബൈ ആഡ് നമ്പേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. 1 ബട്ട് 1 ഫൗണ്ട് എന്നുണ്ട്. എന്ന് വെച്ചാൽ 2 എണ്ണം നിങ്ങൾ പാരാമീറ്റർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്തപ്പോൾ എന്തേ ചെയ്തിട്ടുള്ളൂ, ഒരെണ്ണമേ നിങ്ങൾ പാസ് ചെയ്തിട്ടുള്ളൂ. അതാണ് ഇവിടുത്തെ എററായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തതെങ്കിൽ ദാറ്റ് ഈസ് മാൻഡേറ്ററി. ഓക്കെ, ഐ തിങ്ക് ദറ്റ് ഈസ് ക്ലിയർ.
ഇനിയുള്ളത് ഇതിന് റിട്ടേൺ ടൈപ്പ് ഉണ്ടെങ്കിലോ, ഞാനിവിടെ റിട്ടേൺ എന്ന് എഴുതി, റിട്ടേൺ എന്നുള്ള കീവേഡ് ഞാൻ ഉപയോഗിച്ചു. നോ യു ഗോട്ട് എറർ, മൊത്തത്തിൽ ഇവിടെ എറർ വന്നു. ആൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ബിക്കോസ് നിങ്ങൾ ഒരു ഫങ്ഷന് ഇവിടെ അല്ല എഴുതേണ്ടത്, സോറി, ഇവിടെ നമ്മൾ റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് എന്ന് എഴുതി. ഓക്കെ, ആൻഡ് അങ്ങനെ എഴുതരുത്, അത് ഞാൻ തെറ്റി എഴുതിയതാണ്. ഇവിടെ നമ്മൾ റിട്ടേൺ ടൈപ്പ്, റിട്ടേൺ എന്നുള്ള കീവേഡ് എന്ത് ചെയ്യണം, റിട്ടേൺ ടൈപ്പ് ഉണ്ട്. ഈ ടൈപ്പ് എന്താണ്, ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ആൾക്ക് ഇത് എന്ത് വാല്യൂ ആണ് തിരിച്ചു കൊടുക്കുന്നത്, അതാണ് എന്ത് റിട്ടേൺ ടൈപ്പ് എന്നുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ടും അതിനകത്ത് എന്ത്, ഇവിടെ കൊണ്ടുപോയി മൗസ് വെച്ചാൽ കാണിച്ചു തരും, ഇവിടെ കാണിച്ചു തരും, കണ്ടോ, ദ ബോഡി മൈറ്റ് കംപ്ലീറ്റ് നോർമലി causing null to be returned but the return type is int is a potentially non-nullable type. That means ഇത് നിങ്ങൾ റിട്ടേൺ ടൈപ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് നള്ളാണ് റിട്ടേൺ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കും, ഇൻറ്റ് എന്ന് പറയുന്നത് നോൺ നള്ളബിൾ ടൈപ്പാണ്. ഇത് കളയാൻ വേണ്ടി പല മാർഗ്ഗങ്ങളുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ എറർ പോകും, അത് ഞാൻ പിന്നീട് പറയാം എന്താണെന്നുള്ളത് നൾ ഓപ്പറേറ്റർ പറയുമ്പോൾ. പക്ഷേ ഇവിടെ നമുക്ക് എഴുതാവുന്ന കാര്യം എന്താണ്, ദിസ് ഈസ് റിട്ടേൺ a plus b എന്ന് ഞാൻ എഴുതി. ഓക്കെ, ആൻഡ് ഐ എം ഗോയിങ് ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് തിങ്, പ്രിൻ്റ് ഇല്ല. ഇനി ഞാനിവിടെ ഇത് റൺ ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ, ഇവിടെ ഞാൻ ക്ലിയർ ചെയ്തു, റൺ ചെയ്തു, ദർ ഇസ് നത്തിങ്. ആക്ച്വലി കോഡ് റണ്ണായി, ദർ ഇസ് നോ എക്സെപ്ഷൻ, എവറിത്തിങ് ഈസ് ഓക്കെ, പക്ഷേ ഒന്നും കിട്ടിയില്ല. അവിടെയാണ് നമ്മൾ റിട്ടേൺ ടൈപ്പ് വരുന്നത്. ഈ നമ്പർ നമ്മൾ ഇവിടെ നിന്നുകൊണ്ടാണ് കോൾ ചെയ്തത്. അപ്പോൾ സത്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഈ പോയിന്റിൽ സത്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, 1ഉം 2ഉം കൂട്ടി 3 എന്ന് ഇവിടെ നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇൻറ്റ് res ഈക്വൽ ടു എന്ന് വേണ്ടി ഞാൻ ഇതിലേക്ക് സേവ് ചെയ്തു. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ഫംഗ്ഷൻ എന്തുണ്ട്, ഇൻറ്റീജർ ടൈപ്പിലുള്ളൊരു വാല്യൂ ഇത് തിരിച്ചു തരും. ഇത് അതെന്തായിരിക്കും, 1ഉം 2ഉം കൂട്ടിയ വാല്യൂ ആണ്. നമ്മൾ ഇവിടുന്ന് എഴുതി വെച്ചേക്കുന്നത് ഇത് റിട്ടേൺ ചെയ്യാനാണ്. നിങ്ങൾക്ക് എന്തും എഴുതാട്ടോ, റിട്ടേൺ ഇൻറ്റീജർ ആയാൽ മതി. ഇപ്പോൾ നേരത്തെ എഴുതിയ പോലെ ഞാനിവിടെ ആ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊണ്ടു, എന്നിട്ട് ഞാൻ റിട്ടേൺ 0 എന്ന് എഴുതി, ഇങ്ങനെ എഴുതി വെച്ചു. ഓക്കെ, ആൻഡ് ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇൻറ്റ് res ഈക്വൽ ടു ഇങ്ങനെ എഴുതി. ഓക്കെ, ആൻഡ് പ്രിൻറ്റ് res എന്ന് എഴുതി. ഓക്കെ, ഇവിടെ നമുക്ക് എറർ ഒന്നുമില്ല. ഇത് പ്രിൻറ്റ് ചെയ്ത് ഇത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിൻറ്റ് a പ്ലസ് ബി എന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് എന്ത് കിട്ടും, നിങ്ങൾക്ക് റിട്ടേൺസ് നിങ്ങൾക്ക് ഒരു 0 പ്രിൻറ്റ് ചെയ്ത് വരും. ഇവിടെ കണ്ടോ, നൗ യു ഗോട്ട്, വേർ ഇസ് ദാറ്റ്, 3 എന്ന് വന്നു, 0 എന്ന് വന്നു, 1ഉം 2ഉം കൂട്ടി 3 എന്ന് നമുക്ക് റിട്ടേൺ ചെയ്ത് വന്നു തിരിച്ച്. അതെവിടുന്ന് വന്നാൽ ഇവിടുന്ന് വന്നാണ്. ഇതെവിടുന്ന് വന്നാൽ ഇതിന് റിട്ടേൺ ടൈപ്പ് ഉണ്ട്. എപ്പോൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്തോ അത് വിളിച്ച ആൾക്ക് എന്ത് കൊടുക്കും, 0 എന്ന് തിരിച്ചു കൊടുക്കും. ആ 0 എടുത്ത് നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്തത്, a പ്ലസ് ബി എന്ന് എഴുതി. ഓക്കെ, ആൻഡ് ഇത് ഞാൻ എന്ത് ചെയ്തു, കളഞ്ഞു. ഇപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും, ഇപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ആക്ച്വലി എന്തായിരിക്കും, ഇവിടെ വന്നിട്ട് ഞാൻ നോക്കിയാൽ യു വിൽ ഗെറ്റ് 3. ഓക്കെ, അത് വിളിച്ച ആൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എന്ത്, വിത്ത് റിട്ടേൺ ടൈപ്പാണ്, വിത്ത് പാരാമീറ്റർ ആണ്. ഇനി വിത്ത് റിട്ടേൺ ടൈപ്പ് വിത്തൗട്ട് പാരാമീറ്റർ ഉണ്ട്, നേരത്തെ ഇതേ പോലെ. ഇത് 5 + 9. ഓക്കെ, നോ ഇവിടെയൊക്കെ എറർ അടിച്ചിട്ടുണ്ടാവും, കാരണം നമ്മൾ എല്ലാത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്, പാരാമീറ്റർ ഒഴിവാക്കി. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം, നോ യു ഗോട്ട് 14. ഓക്കെ, ആൻഡ് ദിസ് തിങ് ഈസ് കോൾഡ് വിത്തൗട്ട് പാരാമീറ്റർ, പക്ഷേ വിത്ത് റിട്ടേൺ ടൈപ്പാണ്. ഇൻറ്റീജർ മാത്രമാണെന്ന് വിചാരിക്കരുത്, എനി ടൈപ്പ്, ബൂലാവാം, സ്ട്രിങ് ആവാം, ലിസ്റ്റ് ആവാം, ലിസ്റ്റ് ഓഫ് മാപ്പ് ആവാം, മാപ്പ് ആവാം, എനി ടൈപ്പ്, ഇറ്റ് ക്യാൻ റിട്ടേൺ എനി ടൈപ്പ്. അതനുസരിച്ചുള്ള അതിന് പുറത്ത് വരുന്ന സാധനം എന്തായിരിക്കണം, ഇവിടെ ഒരു ടൈപ്പ് കൊടുത്തു, എന്നിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, യു കാൺ റിട്ടേൺ എ സ്ട്രിങ് ഹിയർ, ഇവിടെ എറർ അടിച്ച് കാണിച്ചു തരും. സ്ട്രിങ് കാൺ ബി റിട്ടേൺ ഫ്രം ദ ഫംഗ്ഷൻ ആഡ് നമ്പേഴ്സ് ബിക്കോസ് ഇറ്റ് ഹാസ് എ റിട്ടേൺ ടൈപ്പ് ഓഫ് ഇൻറ്റ് എന്ന് കാണിച്ചു തരും. അപ്പോൾ ഇവിടെ എന്താണോ എഴുതിയത് ആ ടൈപ്പിലുള്ള സാധനം ആയിരിക്കണം എന്ത്, അതിന്ന് പുറത്തേക്ക് എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഐ തിങ്ക് ദിസ് ഈസ് ക്ലിയർ. നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ഇതിൽ എന്താണ് പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് എന്താണ്, ആൻഡ് നെയിംഡ് ആർഗ്യുമെൻറ്റ്സ് എന്താണ്, ഓപ്ഷണൽ പാരാമീറ്റേഴ്സ് എന്താണ്, നൾ സേഫ്റ്റി എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഐ തിങ്ക് ദിസ് ഈസ് ഇനഫ് ഫോർ ടുഡേ.